ഇത്തവണ ഞാൻ തിരിച്ച് ഖത്തറിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ഐഷായും ഉണ്ട്. വർക്കല ടു കൊച്ചിൻ ബൈ ട്രെയിൻ, ദെൻ ഇൻഡിഗോ ഫ്ലൈറ്റിൽ മുംബൈയിലേക്ക്, ദെൻ വൺ ഡേ സ്റ്റേ ഇൻ മുംബൈ, ദെൻ ഖത്തറിലേക്ക്. 2 months ago നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മാരേജ് ഫംഗ്ഷൻ കൂടാനായിട്ട് തമിഴ്നാട്ടിലുള്ള തക്കലയിലേക്ക് പോയപ്പോഴാണ് ഐഷ ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയതെന്ന് അവൾ പറഞ്ഞത്. അന്ന് അവൾക്കത് ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. എന്തിനാ, ഒരു ചായ പോലും അവൾക്ക് എൻ്റെ ഉമ്മ അതിനകത്ത് നിന്ന് വാങ്ങിച്ചു കൊടുത്തില്ല. അതിനൊക്കെ ഞാൻ തന്നെ വേണം കൊണ്ടുപോകണം. ചായ വേണോ, കോഫി വേണോ, എന്താ വേണ്ടത്, അത് എൻ്റെ കൂടെ തന്നെ വന്നാലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ മുംബൈ എത്തി. മുംബൈ എന്ന മഹാനഗരത്തിലേക്ക്. ഇനി മുംബൈ കാഴ്ചകൾ, ഫുഡുകൾ, അതിലേക്ക് പോകാം. മുംബൈയിലെത്തിയിട്ട് വടാപ്പാവ് കഴിക്കാതെ മുംബൈ വിട്ടാൽ അത് മുംബൈയിലുള്ളവർക്ക് തന്നെ വളരെ മോശമാണ്. സോ വടാപ്പാവിൽ തുടങ്ങി മട്ടി ചായ്. വേറൊന്നുമല്ല, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പിലാണ് ഈ ചായ തരുന്നത്. 1 time യൂസാണ്. ദെൻ മാഗി, അതിന് ഞാൻ 2 out of 10 കൊടുക്കും. പിന്നെ ഈ ലഘു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് റൂമിലേക്കാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ കഴിച്ചതാണ്, സ്ട്രീറ്റിൽ നിന്ന് വടാപ്പാവ് കഴിച്ചു, പിന്നെ ഒരു ചായ, പിന്നെ ഒരു സാൻഡ്വിച്ച്. പിന്നെ നമ്മൾ പോയതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ്. അവിടെ നല്ല റഷായിരുന്നു, ആൾക്കാരെ കൊണ്ടും ഓട്ടോ കൊണ്ടും. ഓട്ടോ മീറ്റർ ഇട്ടാണ് ഓടാറ്. സോ ബാർഗെയിനോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റിൻ്റെയോ ആവശ്യം അവിടെ വരുന്നില്ല. ഇന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രീറ്റ് ഫുഡിനായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ നമ്മൾ എന്തൊക്കെയോ കുടിച്ചു, ഒരു ലസ്സിയൊക്കെ കുടിച്ചു. അതൊന്നും എനിക്ക് പിക്കൊന്നും എടുക്കാൻ പറ്റില്ല, ഒരു ആക്രാന്തം കാരണം. പിന്നെ പാനിപ്പൂരി കഴിച്ചു, അത് അത്ര വലിയ രസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കച്ചൂരി, എനിക്ക് കച്ചൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ വന്നു, കിടന്നുറങ്ങി. എണീറ്റ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് പോയില്ലേ കെയർ ടേക്കർ, ഓൺ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഡേ ഞങ്ങളോട് ചോദിച്ചു എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടാന്ന്. ഞങ്ങൾ പറഞ്ഞു എനിക്ക് ബ്രെഡ് ഓംലെറ്റ് മതിയെന്നും പിന്നെ അഫ്സലിന് പൂരി ഭാജി. ഇപ്പം നമ്മൾ അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു കുത്തൂസ് എന്ന് പറയുന്ന ഒരു ഇറാനി കഫേയിലേക്ക് പോയി. ആ ഫേമസ് ബൺ മസ്കയും ആ ചായയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ, ഒരു രക്ഷയുമില്ല, അടിപൊളിയായിരുന്നു. അതിനകത്ത് എന്തോ ഒരു ക്രീം ഒരുത്തി, ബട്ടറാണ് കേട്ടോ, വെറും ബട്ടറാണ്. ആ ബട്ടർ ആ ബണ്ണിനകത്ത് തേച്ചിട്ടുണ്ട്. അതിങ്ങനെ ചായയിൽ മുക്കി കഴിക്കണം, അതാണ് ടേസ്റ്റ്. എന്തൊക്കെയാണെങ്കിലും ഈ ബൺ മസ്ക ചായ്, വാഹ്, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഡെലീഷ്യസ് ആയിരുന്നു. ഇഫ് യു ആർ കമ്മിങ് ടു മുംബൈ, മസ്റ്റ് ഈ ചായ് മസ്ക ഫ്രം കുത്തൂസ് ഇറാനി കഫേ. ദെൻ മുംബൈ മഹാനഗരം കാണാൻ പോയി. പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു. പിന്നെ നമ്മുടെ SRKയുടെ മന്നത്തും കണ്ടു.